ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് ഇൻപുട്ട് ടാസ്ക് ക്രെഡിറ്റ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻപുട്ട് ടാസ്ക് ക്രെഡിറ്റ് ഓൺ സ്റ്റോക്ക് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിലത്തെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ഓൺ സ്റ്റോക്ക് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഷാൽ ബി സബ്ജക്റ്റ് ടു ദി ഫോളോയിങ് കണ്ടീഷൻസ്. അതായത് നമ്മുടെ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് ഐറ്റമോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്നത് വഴി ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്തുണ്ടാകണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: വിത്തിൻ എ പീരീഡ് ഓഫ് 30 days from the date of beginning eligible to avail the input tax credit, the registered person shall make a declaration electronically on the common portal in form GST ITC 01 that he is eligible to avail the input tax credit. ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ടാക്സ് കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയോ അല്ല എങ്കിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെയോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്നാണോ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ അയാൾക്ക് അർഹത ലഭിക്കുന്നത് അന്നു മുതൽ 30 ദിവസത്തിനുള്ളിൽ അയാൾ ഗവൺമെൻറ്റിലേക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റം ചിലപ്പോൾ സ്റ്റോക്ക് ഐറ്റംസ് ആയിരിക്കാം, ട്രേഡിംഗ് ഗുഡ്സ് ആയിരിക്കാം, അല്ല എങ്കിൽ അയാൾ വാങ്ങി വെച്ചിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അയാൾ ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയേക്കുന്നത്. ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് അയാൾക്ക് എന്ത് കിട്ടുന്നു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് എന്നാണോ ഗവൺമെൻറ്റിൽ നിന്ന് ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടാൻ അർഹതയുള്ളത് അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ അയാൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഗവൺമെൻറ്റിലേക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. GSTയുടെ അകത്ത് ഇലക്ട്രോണിക്കലി കോമൺ പോർട്ടൽ ഫോം GST ITC 01 ഒപ്പം തന്നെ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇനി നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ടാകും, ഈ സെൽഫ് ഡിക്ലറേഷൻ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. The declaration shall be specify the details relating to input held in stock or semi-finished or finished goods or capital goods as the case may be. ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ വഴി അദ്ദേഹം പറഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ അർഹതയുള്ള സ്റ്റോക്ക് ഐറ്റത്തിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും മുഴുവൻ ടാക്സിബിൾ വാല്യൂ എത്രയെന്ന് ഈ സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിന് അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്ത് വഴിയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്നത്, ആ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ നിലവിലത്തെ മൂല്യം എത്ര, അതുപോലെ തന്നെ ഏത് ക്യാപിറ്റൽ ഗുഡ്സ് അഥവാ ഏത് ഫിക്സഡ് അസറ്റാണ് ഗവൺമെൻറ്റിലേക്ക് ഏത് ഫിക്സഡ് അസറ്റാണ് അദ്ദേഹം പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ വാല്യൂ എത്ര, അതുവഴി ഇദ്ദേഹം എത്ര എമൗണ്ടിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ക്ലെയിം ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് ഐറ്റത്തിൻ്റെയും അതുപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം. ഈ രീതിയിലുള്ള സ്റ്റോക്ക് ഐറ്റത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും ടോട്ടൽ ടാക്സിബിൾ വാല്യൂ എത്രയെന്ന് കൃത്യമായിട്ടും ആ സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം വേണം ഇദ്ദേഹം എന്ത് ചെയ്യാൻ? ഈ ഒരു സ്റ്റോക്ക് ഐറ്റം അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു കണ്ടീഷൻ കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിൻ്റാണ്: The details furnished in the declaration shall be duly certified by practicing chartered account or cost account if the aggregative value of claim input tax credit exceeds ഏതെങ്കിലും തരത്തിൽ ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ അല്ല എങ്കിൽ സ്റ്റോക്ക് ഐറ്റമോ പർച്ചേസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് 2 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരൻ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന
സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ വാല്യൂവും കൃത്യമായിട്ടും ഒരു സി എക്കാരനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സി എം എക്കാരനെ കൊണ്ടോ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 2 ലക്ഷത്തിന് മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വാല്യൂ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് 2 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഏതൊരു ഇൻപുട്ട് ടാക്സ് എമൗണ്ടും ഈ ഒരു ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, the input tax credit is claimed under section 18 shall be verified with the details is furnished by the corresponding supplier on the common portal. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹം ഏത് സപ്ലയർ മുഖേനയാണോ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചിരിക്കുന്നത് ആ സപ്ലയർ ഗവൺമെൻറ്റിൽ നൽകിയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാകണം, കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടാകണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഒരു ക്യാപിറ്റൽ ഗുഡ്സോ അല്ലെങ്കിൽ ഏത് തരത്തിൽ സ്റ്റോക്ക് ഐറ്റമോ പർച്ചേസ് ചെയ്തേക്കുന്നത്. ആ സ്റ്റോക്ക് ഐറ്റം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് വഴി സപ്ലയർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ വിലയോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും വിലയോടൊപ്പം തന്നെ നിശ്ചിത എമൗണ്ട് ടാക്സ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് സപ്ലയർ കൃത്യമായിട്ട് എങ്ങോട്ട് അടക്കണം, ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അതുപോലെ തന്നെ എന്താണ്, സപ്ലയർ നമ്മൾ അടച്ച ടാക്സുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും തമ്മിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സപ്ലയറുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് അയാൾ മുഴുവനായിട്ടും ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ടോ അതോ ഭാഗികമായിട്ടാണോ അടച്ചു വെച്ചേക്കുന്നത്, അതോ നമ്മൾ അടച്ച ഫുൾ ടാക്സ് എമൗണ്ടിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാളുടെ സപ്ലയർ ഏത് വ്യക്തിയുടെ കയ്യിൽ നിന്നാണോ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട്, അത് ക്യാപിറ്റൽ ഗുഡ്സ് ആയിക്കോട്ടെ സ്റ്റോക്ക് ഐറ്റം ആയിക്കോട്ടെ, അത് പർച്ചേസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് അത് ഒരു സപ്ലയർ മുഖേനയായിരിക്കും അടച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാക്സ് എമൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സപ്ലയർ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇദ്ദേഹം ഇൻപുട്ട് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. അതിനുശേഷം സപ്ലയർ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടും ഇദ്ദേഹം സപ്ലയറുടെ പർച്ചേസ് മുഖേന ആ സപ്ലയറുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇദ്ദേഹത്തിന് ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിന് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പരാതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ ദ കേസ് ഓഫ് സപ്ലൈ ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി shall be calculated by reducing at the rate of 5 percentage point per quarter from the date of issue of invoices for such goods. ഇനി ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിക്സഡ് അസറ്റോ പർച്ചേസ് ചെയ്യുന്നത് വഴി സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ആ ബിസിനസ്സുകാരൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ആ ബിസിനസ്സുകാരൻ ഈ ക്യാപിറ്റൽ ഗുഡ്സിന് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്തെടുത്തില്ല എങ്കിൽ എന്നാണോ ഈ ഒരു ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ അർഹതയുള്ളത് അന്ന് മുതൽ ഓരോ ക്വാർട്ടർ കൂടുമ്പോഴും ഗവൺമെൻറ് ഈ ഒരു ബിസിനസ്സുകാരന് കൊടുക്കാനുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ 5% വെച്ച് എന്ത് ചെയ്തുണ്ടാകും, ഡിക്രീസ് ചെയ്തുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിൽ നിന്നും. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് എന്ത് ചെയ്യുള്ളൂ, ഇദ്ദേഹത്തിന് കൊടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്ത വഴി ഗവൺമെൻറ്റിലേക്ക് ഒരു 1000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു. എനിക്ക് ഈ മാസം 1-ാം തീയതിയാണ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചേക്കുന്നത്. എനിക്ക് 10-ാം തീയതി മുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ആ ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് വഴി എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് ഇതുവരെയായിട്ടും ക്ലെയിം ചെയ്തെടുത്തിട്ടില്ല. ഈ നവംബർ തൊട്ട് അടുത്ത 3 മാസം കഴിയുമ്പോൾ നവംബർ തൊട്ടെന്ന് പറയുമ്പോൾ അടുത്ത ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും എനിക്ക് എന്താണ്, ഞാൻ ഈ ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് ക്ലെയിം ചെയ്ത് എടുത്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് എനിക്ക് തരാനുള്ള ഇൻപുട്ട് ടാസ്ക് എമൗണ്ടായ 1000 രൂപയിൽ നിന്നും 5% കുറയ്ക്കുകയും ബാക്കി റിമൈനിങ് ബാലൻസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 3 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് ഇൻപുട്ട് ടാസ്ക് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ഏതെങ്കിലും തരത്തിൽ സ്റ്റോക്ക് ഐറ്റമോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എമൗണ്ടിന് അയാൾ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് മൊത്തം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് ഐറ്റമോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്ന വഴി അയാൾ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് അദ്ദേഹം ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നാണോ അദ്ദേഹത്തിന് ഇൻപുട്ട് ടാസ്ക് എടുക്കാൻ അർഹതയുള്ളത് അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, അദ്ദേഹം ഒരു സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റിലേക്ക് ഫോം GST ITC 01 പ്രകാരം ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹത്തിന് ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് എടുക്കാൻ അർഹതയുള്ള സ്റ്റോക്ക് ഐറ്റത്തിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും വാല്യൂ എത്രയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബിസിനസ്സുകാരനും ആയിക്കോട്ടെ അദ്ദേഹം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അദ്ദേഹം ഏത് തരത്തിലുള്ള ഗുഡ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റോ പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് അഥവാ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അസറ്റിൻ്റെ വാല്യൂം അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂം കൃത്യമായും ഒരു CA കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തുകൊണ്ട് വേണം ഇദ്ദേഹം ആ സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റോക്ക് ഐറ്റവും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും പർച്ചേസ് ചെയ്ത വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്റ്റോക്ക് ഐറ്റമോ പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ ഒരു അസറ്റിൻ്റെ വാല്യൂം അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂം ഏതെങ്കിലും ഒരു CA കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാകണം. ആ സർട്ടിഫിക്കറ്റും ഈ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പം ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ഉറപ്പുവരുത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അദ്ദേഹം ഏത് തരത്തിലുള്ള സ്റ്റോക്ക് ഐറ്റമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് അത് ഏതെങ്കിലും ഒരു സപ്ലയർ മുഖേനയായിരിക്കാം ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഏതെങ്കിലും സപ്ലയർ മുഖേനയായിരിക്കും ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്ലയർ ഈ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിരിക്കുന്ന സപ്ലയർ നൽകിയിരിക്കുന്ന വിവരങ്ങളും ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ടാക്സ് അടച്ചേക്കുന്ന വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ സപ്ലയർ നൽകിയിരിക്കുന്ന വിവരങ്ങളും അതുപോലെ തന്നെ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങളും ശരിയാണെങ്കിൽ, രണ്ടും ഒരുപോലെ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സുകാരൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഈസി ആയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എമൗണ്ട് അടച്ചു വയ്ക്കുന്നത്. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നാണോ ഈ ഒരു ബിസിനസ്സുകാരൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടാൻ അർഹതയുള്ളത് അന്ന് തൊട്ട് 3 മാസത്തിനുള്ളിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ എത്രയാണോ ആശയിൽ ഈ ബിസിനസ്സുകാരൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടാൻ അർഹതയുള്ളത് അതിൻ്റെ 5% എന്താണ്, ആ എമൗണ്ടിൻ്റെ 5% കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് എന്ത് ചെയ്യുള്ളൂ, 3 മാസത്തിന് ശേഷം ഗവൺമെൻറ് ഈ ഒരു ബിസിനസ്സുകാരൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് കൊടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും കണ്ടീഷൻസാണ് പ്രധാനമായിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് സ്റ്റോക്ക് ഐറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും പർച്ചേസ് ചെയ്യുന്ന വഴി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ഫോളോ ചെയ്യേണ്ടത്.